ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിന്നിവിടെ കൂവപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ മാറാനും അതേപോലെ എല്ലിനും പല്ലിനൊക്കെ ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. നല്ലൊരു അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്കൊന്ന് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവിടാതെ നല്ല പോലെ ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ പിള്ളേർക്ക് റാഗി കുറുക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വന്നോളും. നമ്മുടെ എല്ലിൻ്റെ എന്താ പറയുക ആരോഗ്യത്തിനൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു ഐറ്റമാണ് കൂവപ്പൊടി. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് ടെമ്പറേച്ചർ കുറക്കാനും ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് കൂവപ്പൊടി കേട്ടോ. അപ്പോൾ എല്ലിന് പല്ലിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ഈ ഒരു കൂവപ്പൊടി. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നല്ലപോലെ തണുത്തിട്ട് നമുക്കിത് മിക്സർ ജാറിൽ അടിച്ചെടുക്കാം കേട്ടോ. അതാ കണ്ടില്ല, ഈ ഒരു രീതിക്ക് കുറുകി വരുന്നുണ്ട്. നല്ല പോലെ അങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലൊന്ന് അടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൂവ കുറുക്കിയെടുത്തത് ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ഈത്തപ്പഴം ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഒരു ഏലക്ക, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിലേറെ ഈത്തപ്പഴം ചേർത്തെടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു പാളയംകോട് പഴം എടുത്തിട്ടുണ്ട്, ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പഴത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് പഴം മാത്രം മതി കേട്ടോ. നമുക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടുത്താൽ നമ്മുടെ കട്ടപ്പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, കൂവപ്പൊടി വെച്ചിട്ട് ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കൂവപ്പൊടി. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കിഡിലും ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ പല്ലിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ കിഡിലും ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.